പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, സഹായികളെ, നമ്മൾ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ 14-ാം മൊഡ്യൂളിൻ്റെ പ്രഥമ ക്ലാസ്സിലാണുള്ളത്. സൂറത്തുൽ ബഖറയിലെ 168-ാം വചനമാണ് ഇനി നമുക്ക് പഠനം തുടർത്തുവാനുള്ള മഹിത സൂക്തം. ഈ തുടക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് വരാം. പൂർവികർ പറയാറുണ്ട്, അള്ളാഹുവിന് 2 തരം കിതാബുകളുണ്ട്. ആ 2 കിതാബുകളിലും 2 തരത്തിൽ ആയത്തുകളുമുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു കിതാബ് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്, അതാണ് അൽ കൗൻ, ഈ പ്രപഞ്ചം. മറ്റേ കിതാബ് അത് മുനസ്സലായ കിതാബാണ്, അവതീർണമായ കിതാബ്, അതാണ് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. പ്രപഞ്ചമാകുന്ന മഖ്ലൂക്കായ കിതാബിൽ ആയത്തുകൾ മഷ്ഹൂദത്താണ്. നമുക്ക് ദൃശ്യവും ശ്രവ്യവും പഞ്ചേന്ദ്രിയ ക്ഷമവുമായ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചും അറിഞ്ഞും പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ ഉതകും വിധമുള്ള ആയത്തുകളാണ് പ്രപഞ്ചമാകുന്ന മഖ്ലൂക്കായ അഥവാ സൃഷ്ടിയായ കിതാബിലെ ആയത്തുകൾ, വചനങ്ങൾ. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ ഖുർആനാകുന്ന മുനസ്സലായ കിതാബ് അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. ആ കിതാബിൽ ആയത്തുകൾ കേൾക്കപ്പെടുന്നതും ചിന്ത നട്ട് ദൃഷ്ടിയെറിഞ്ഞ് ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കുവാനുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളാണ് നമുക്ക് ഈ വിശുദ്ധ വേദത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനുള്ളതായ സൂക്തങ്ങൾ. ആദ്യം പറഞ്ഞ കിതാബിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പടപ്പുകളാകുന്ന മഹാദൃഷ്ടാന്തം. അതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ, പഠിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന വചനത്തിൽ ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ എന്ന ഭാഗം വിശദീകരിക്കവേ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലും പടച്ചറബിൻ്റെ പടപ്പുകളിലും ചിന്തിക്കേണ്ടുന്നതിനെ എങ്ങനെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ കിതാബിൽ അപ്രകാരം തന്നെ ചിന്തിക്കുവാനും പഠിച്ച് ഗ്രഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലം യദ്ദബ്ബറുൽ ഖൗൽ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതി തുടങ്ങി വചനങ്ങൾ ആ വിഷയത്തിൽ പലതാണ്. ഖുർആനാകുന്ന മുനസ്സലായ കിതാബിൽ ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ, മനസ്സ് നടുവാൻ, പഠനം നിരന്തരമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അല്ലാഹു കൽപ്പിച്ച പ്രസ്തുത വിഷയമാണ് ഈ തുടർ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളുടെ കഴിവിൻപടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വചനം പാരായണം ചെയ്ത് അതിനെ പഠന വിധേയമാക്കി ആ വചനത്തിൻ്റെ ആശയം, അർത്ഥതലങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പൊരുളുകൾ, അതിലടങ്ങിയ യുക്തികൾ, ഗുണപാഠങ്ങൾ, സന്മാർഗ സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, സുവിശേഷങ്ങൾ, സന്തോഷ വാർത്തകൾ, ഇങ്ങനെ തുടങ്ങി സൂക്തങ്ങളിലെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ അത് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഈ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 14-ാം മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ 168-ാം വചനത്തിൻ്റെ തഫ്സീർ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം തുടക്കത്തിൽ ഉണർത്തിയത്, വിശുദ്ധ ഖുർആനിലെ ഈ വിശുദ്ധ സൂക്തങ്ങൾ പല വിഷയങ്ങളെയും വിജ്ഞാനങ്ങളെയും ഉള്ളടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷിക്കുമ്പോഴെല്ലാം, ആഴത്തിൽ പരതുമ്പോഴും ചികയുമ്പോഴുമെല്ലാം വിജ്ഞാനങ്ങൾ വൈവിധ്യമാർന്നത് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നത് ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു തുടർ പഠനത്തിൽ അല്പം സമയമെടുത്താലും കഴിയുന്നത്ര ഈ വിശുദ്ധ വേദം വിളിച്ചോതുന്ന വിവരങ്ങളെ, വിഷയങ്ങളെ, വിജ്ഞാനങ്ങളെ മനസ്സിലാക്കാൻ, അറിയാൻ നമ്മൾ അവസരം സൃഷ്ടിക്കണം. അള്ളാഹുവിൻ്റെ കലാമിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഈ സമയം നമുക്ക് പരലോകകോടതിയിൽ അനുകൂലമാകും ബിഇദ്നില്ലാഹ്. നമ്മൾ അള്ളാഹുവിൽ ആത്മാർത്ഥതയുള്ളവരായി പഠനം തുടർത്തുകയായാൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനം നൊന്ത് കേഴുകയും തേടുകയും ചെയ്യുക. ഈ ഒരു പഠനം ഇത് നമുക്കൊരു അനുകൂല സാക്ഷിയാകാൻ, ഈ ഒരു പഠനം നമ്മുടെ അന്തരംഗത്തെ ദീപ്തമാക്കുവാൻ, നമ്മുടെ ധിഷണയിലും ചിന്തയിലും
വെളിച്ചമാകുവാൻ, നമുക്ക് മാനസിക ശാരീരിക സൗഖ്യമുണ്ടാകുവാൻ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഈ വിശുദ്ധ വേദം അനുകൂല സാക്ഷിയാകുവാൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു വേദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേദിയിൽ പഠിതാക്കളായി, ശ്രോതാക്കളായി, സഹായികളായി ഒക്കെ കൈകോർക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവർ പലരാണ്. എല്ലാവർക്കുമുള്ള പ്രതിഫലം നാഥൻ മഹത്തരമാക്കുമാറാവട്ടെ.